ഓടിയൊളിച്ചു മറഞ്ഞിടും അർക്കനുദിച്ചു വരുന്ന നാളുകൾ എന്നുമെന്നും കാണുമോ? ഭൂമി തന്നോടെ മുകളിലായി ദ്വാരം വീണൊരു ഗഗനവും. കാറ്റിലാടിയുലഞ്ഞൊരി നാളെ തന്നോടെ തലമുറ എവിടെയെങ്ങോ നിലച്ചുപോയി. സ്വാർത്ഥത തൻ വാളിനാൽ ഓടിയോടി തളർന്നുറങ്ങാൻ ചേക്കേറാനൊരു ചില്ല പോൽ അല്ല നമ്മുടെ കെട്ടിടങ്ങൾ, കെട്ടിടുന്നോരുടെ ചിന്തകൾ. ലാഭമെന്നൊരു സ്വാർത്ഥതയാൽ തുച്ഛമായവരടിമുടി മൂക സാക്ഷികളായി എന്നും സൂര്യനും പിന്നെ ചന്ദ്രനും നീലച്ചുപോയി കൂജനം മന്ദമാരുത സ്പന്ദനം കാതിലച്ചതു കേൾക്കുന്നില്ലേ നിന്നെ പോലെ എന്നെ സ്നേഹിക്കൂ എന്നു മൊഴിഞ്ഞു കർത്താവ്. നിനക്കു വാഴാൻ കൊന്നു നീയൻ നിഷ്കളങ്ക മാതൃത്വം. അന്യരാക്കി പിറവിയെടുക്കും തലമുറയെ യഹോവ തന്നതനശ്വരം ഒന്നണി ചേർ നിന്നുമെന്നും ചൊല്ലിടാം. കണ്ടറിഞ്ഞതു കാത്തിടാം പ്രാർത്ഥനയാൽ നേരുകൾ. നല്ല ചിന്തകളൊത്തുചേർന്ന നന്മ വന്നു ഭവിച്ചിടും. തിന്മ തീണ്ടാതെത്തിടുക അമ്മ തന്നുടെ വാഴ്വിനായി.
വളരെ മനോഹരമായിട്ട് മാർഗം കളിയുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന ആൺകുട്ടികൾക്ക് വലിയൊരു കൈയ്യടി കൊടുക്കുക. പുറപ്പാട്, എ മ്യൂസിക്കൽ ജേർണി ത്രൂ എക്സോഡസ്. ഈ കൊച്ചു കൂട്ടുകാരെ നമുക്ക് സ്വീകരിക്കാം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി കാനാൻ ദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് പുറപ്പാട്. ദൈവം തിരഞ്ഞെടുത്ത മോശയുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര. മോസസ്, എ മ്യൂസിക്കൽ ജേർണി ത്രൂ ദ ബുക്ക് ഓഫ് എക്സോഡസ്. അതാ മുൾപ്പടർപ്പ് കത്തുന്നു. എങ്കിലും അത് ദഹിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ്? ഞാനൊന്ന് പോയി നോക്കട്ടെ. മോസസ്, ഇങ്ങോട്ട് അടുക്കരുത്. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. നിന്റെ പിതാവിന്റെ ദൈവം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ഞാനാകുന്നു. മിസ്രൈമിൽ എന്റെ ജനത്തിന്റെ അടിമത്തം ഞാൻ കണ്ടു. അവരുടെ വേദനയും നിലവിളിയും ഞാൻ അറിയുന്നു. നിന്നെ ഞാൻ ഫറവോന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കയറ്റിക്കൊണ്ടുപോകണം. ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഈ വിക്കുള്ള ഞാൻ ആരെന്റെ കർത്താവേ? അഹരോൻ നിന്റെ സഹോദരനല്ലോ. അവൻ നിനക്ക് വേണ്ടി ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് തർജ്ജമക്കാരനും നീ അവന് ദൈവത്തിന്റെ പകരവുമായിരിക്കും. അതിനാൽ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് ഒരു വടി നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. ദൈവകൽപ്പന അനുസരിച്ച് മോശ ഫറവോയുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. ആഹാ, നിങ്ങളോ? എന്താ നിങ്ങളുടെ സങ്കടം? സങ്കടം ഉണർത്തിക്കാൻ വന്നതല്ല ഞങ്ങൾ. ഓ, എന്നാൽ നമ്മുടെ സങ്കടം കേൾക്കാൻ വന്നതായിരിക്കും. എന്താ പരിഹസിക്കുകയാണോ? ഞാൻ പറഞ്ഞല്ലോ, അത് സാധ്യമല്ല. ജനത്തെ വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. എബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. അവനെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ഒന്നുകൂടി അപേക്ഷിക്കുവാനാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ എന്തിനു ഭയപ്പെടണം? അവൻ പല അത്ഭുതങ്ങളും നിന്റെ മുമ്പാകെ ചെയ്തു. നീ അനുസരിക്കുകയോ കൂട്ടാക്കുകയോ ചെയ്തില്ല. വടിയെ പാമ്പാക്കിയതാണോ അത്ഭുതം? അതെന്റെ മന്ത്രവാദികളും ചെയ്തല്ലോ. പിന്നെ കുറെ തവളകളെ എന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചതാണോ? അതെല്ലാം ചത്ത് നാശമായല്ലോ. എന്നാൽ നീ ഇതുകൊണ്ടറിയും, ഈ മിസ്രയീം ദേശം മുഴുവൻ ചെള്ളുപരകട്ടെ. ചെള്ളുകൊണ്ട് എന്നെ തോൽപ്പിക്കാമെന്ന് നീ കരുതിയിരുന്നോ? കടന്നു പോകൂടുന്ന്. ഭൂമിയിലെങ്ങും എന്റെ ദൈവത്തെ പോലെ തുല്യനില്ല എന്ന് നീ ഗ്രഹിക്കേണ്ടത്. നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്റെ മേലും തന്റെ ശിക്ഷയായി. ഇനി നീ എന്ത് ശിക്ഷയാണ് അയക്കുന്നത്? കഠിനഹൃദയനായ ഫറവോ ഒന്നിനു പിറകെ ഒന്നായി 9 കഠിന ശിക്ഷകൾ ലഭിച്ചിട്ടും ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ തയ്യാറായില്ല. ഒടുവിൽ ദൈവം 10ാമത്തെ ശിക്ഷ നൽകാൻ തീരുമാനിച്ചു. കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിയിൽ തളിച്ച് പെസഹ ആചരിച്ച് ഇസ്രായേൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. മോസസ്, ഫറവോന്റെ മേലും മിസ്രൈമ്യരുടെ മേലും ഒരു ശിക്ഷ കൂടി ഞാൻ അയക്കും. അപ്പോൾ അവർ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും.
എന്റെ മകൻ സിംഹാസനത്തിലിരുന്ന എന്റെ മകൻ കടുചോൽ മരിച്ചുപോയല്ലോ. നിങ്ങൾ പോകുവിൻ, എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുവിൻ, എന്നെ വിട്ട് നിങ്ങൾ ഓടിപ്പോകുവിൻ. അയ്യോ, ഇസ്രായേൽക്കാർ ഈജിപ്ത് വിട്ടപ്പോൾ ഈജിപ്തുകാരുടെ മനസ്സ് മാറുകയും അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ചെങ്കടലിൽ വെച്ച് വെള്ളത്തെ രണ്ടാക്കി പിളർത്തി ഇസ്രായേൽക്കാരെ അത്ഭുതകരമായി ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ച ദൈവം അവരെ മരുഭൂമിയിൽ വഴികാട്ടുകയും സംരക്ഷിക്കുകയും ചെയ്തു. നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീയെന്നും പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീയെന്നും പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേൽ
മോശയ്ക്ക് നൽകി. പ്രമാണങ്ങളടങ്ങിയ 2 കൽപ്പലകകളായിരുന്നു അവ. ദൈവം തന്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകകളാണ് മോശയ്ക്ക് നൽകിയത്. അവയുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. എന്നാൽ മോശ മലയിൽ നിന്നിറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹരോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. അവർ സ്വർണവളയങ്ങളൂരി അഹരോന്റെ മുമ്പിൽ ചെന്നു. അവൻ അവ വാങ്ങി മോശയിലൊരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അഹരോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം പണിതു. ജനം യാഗങ്ങൾ അർപ്പിച്ചു. അവർ തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ഈ വിഗ്രഹം നശിപ്പിച്ചു കളയുവിൻ, ഇതെടുത്ത് വെള്ളത്തിലെറിയുവിൻ, എന്നിട്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കുവിൻ, എന്നിട്ട് അതിന്റെ കയപ്പറിയുവിൻ. ദൈവജനമായ ഇസ്രായേൽ പലപ്പോഴും ദൈവത്തെ ധിക്കരിച്ചു. ദൈവം അവരെ ശിക്ഷിച്ചു. എങ്കിലും കരുണയോടെ അവരോട് ക്ഷമിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. എന്നിട്ടും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവർക്ക് സ്വന്തമായി നൽകുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം പോലും അവർ അവിശ്വസിച്ചു. ദൈവം അതിന് അവരെ 40 വർഷം മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയുവാൻ വിട്ടു. 40 വർഷം നീണ്ടുനിന്ന മരുഭൂമിവാസം ക്ലേശകരമായിരുന്നു. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച കാലം മുതൽ അവരുടെ നേതാവായിരുന്നു മോശ. ദൈവത്തിന്റെ പ്രവാചകനുമായിരുന്നു അദ്ദേഹം. ഒട്ടേറെ കുറവുകളുണ്ടായിരുന്ന മോശയെ ധൈര്യവും ശക്തിയും നൽകി ദൈവം നിയോഗിച്ചു. യോശുവ, ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മുഖവരയില്ലാതെ എന്ത് കാര്യവും പറയുവാനും കൽപ്പിക്കാനുമുള്ള അധികാരം അങ്ങേക്കുണ്ടല്ലോ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നീ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കണം. ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസകാലം അവസാനിക്കാൻ പോകും. നമ്മുടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ ദേശം കൈവശമാക്കുവാൻ ഇനി അധിക താമസമില്ല. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ശത്രുപാളയങ്ങളും യുദ്ധസന്നാഹങ്ങളും നമുക്കൊരു പ്രശ്നമല്ല. ദാ, നീ അങ്ങോട്ട് നോക്കൂ. ആ കാണുന്നതാണ് ഗിലെയാദ് ദേശം. അതിനപ്പുറം എഫ്രൈമിന്റെയും മനശ്ശെയുടെയും ദേശം. അങ്ങ് പടിഞ്ഞാറ് കടൽ വരെ യഹൂദായുടെ ദേശം. പിന്നെ ഈന്തപ്പന നഗരമായി യെറിഹോയുടെ സമതൽ. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം അതുതന്നെയാണ് യോശുവ. ഈ കൊടുമുടിയിൽ നിന്ന് കനാൻ ദേശത്തേക്ക് നോക്കുമ്പോൾ എന്റെ ഹൃദയം ആനന്ദത്താൽ ത്രസിക്കുന്നു. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയുടെ തീരത്ത് സമൃദ്ധിയിൽ മുങ്ങിക്കിടക്കുന്ന കനാൻ ദേശം. ദൈവജനമായി ഇസ്രായേലിന്റെ വാഗ്ദത്ത ഭൂമി ഞാൻ കണ്ണിറയെ കണ്ടു യോശുവ. എന്റെ ജീവിതം സഫലമാണ്. എന്റെ ജീവിതം സഫലമാണ്. എന്റെ ജീവിതം നാലാം ക്ലാസ്സിലെ കുരുന്നുകൾ അവതരിപ്പിച്ച ഈ പ്രോഗ്രാം നല്ലൊരു കയ്യടി കൊടുത്തേ. പുറപ്പാട്. ഇതിന്റെ രചനാ സംവിധാനം ജിസ് തോപ്പിൽ. അടുത്തതായി സ്റ്റേജിൽ പരിചമുട്ടുകളി, സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു പുരാതന ആയോധന നൃത്തരൂപം. വാളും പരിചയമേന്തിയ പുരുഷന്മാർ ആയോധന യുദ്ധതന്ത്രമായ കളരിപ്പയറ്റിനനുസൃതമായ ചുവടുകളിൽ ഇത് അവതരിപ്പിക്കുന്നു. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ കീർത്തിക്കും പുകഴ്ചയ്ക്കും
പെരുമയ്ക്കും വേണ്ടി ഭക്തിപൂർവം പരിചമുട്ടുകളി അവതരിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും ഇടവക മധ്യസ്ഥരെയും സകല പുണ്യവാന്മാരെയും വണങ്ങുന്നു. സുവിശേഷ സന്ദർഭങ്ങളും ചരിത്ര സംഭവങ്ങളും നാടൻ പാട്ട് രൂപേണ പാടി അവതരിപ്പിക്കുന്നു. മാർഗംകളി നൃത്തത്തിൻ്റെ പാട്ടുശൈലിയോട് പരിചമുട്ടുകളിക്കും സാമ്യമുണ്ട്. നമുക്ക് ഈ കലാരൂപം ആസ്വദിക്കാം. എട്ടുദിക്കും കീർത്തി കേട്ട മലയാറ്റൂർ പള്ളി തന്നിൽ ധന്യതയാൽ വാണരുളും തോമാസ് ലീഗ ഗുരുവേ ഉണ്ണിമിശിഹായെ കളിയാടുവാൻ തുണയേകണമേ. ഗുരുവേ ഉണ്ണിമിശിഹായെ കളിയാടുവാൻ തുണയേകണമേ. ഗുരുവേ ഞങ്ങൾ സഭയിൽ ഇറങ്ങി സ്തുതിച്ചു